പെൺകുട്ടികൾ പറയണം, ചെറുപ്പക്കാരികൾ പറയണം, ഇത്താന്തോ നിവാസത്തിന് ഒരു കല്യാണത്തിന് തന്നെ കിട്ടൂല എന്ന് പറയണം. അവിടെയാണ് ഉമ്മമാരെ ആധുനിക കാലഘട്ടത്തിലെ ഈമാൻ. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വാക്ക് പറഞ്ഞത്, അഅലമുൻ നിക്കാഹി ബറക്കത്തൻ ഐസറുഹാ മുഅന. ഏറ്റവും ബറക്കത്തുള്ള കല്യാണം, ഏറ്റവും ബറക്കത്തുള്ള കല്യാണം ഐസറുഹാ മുഅന. അനാവശ്യ ചെലവുകൾ ഒന്നുമില്ലാതെ അതൊക്കെ ചുരുക്കിയിട്ട് ആവശ്യത്തിന് പാകത്തിന് മാത്രം ഒതുക്കിയ കല്യാണമാണ് ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പന്തല് കെട്ടിക്കോ, പാകത്തിന് വെള്ളം മതി. അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ്, പാകത്തിന് വെള്ളം മതി. ഇത് വെള്ളം തന്നെ ഉണ്ട്, നാട്ടിൽ എത്ര കളറിന് ആ കളർ മൊത്തം വെള്ളം. അങ്ങനെ ഒന്നും വെള്ളം കൊടുക്കണ്ട. ഒരു 2 തരം വെള്ളം ഉണ്ടാവും. മധുരം പറ്റുന്നവർക്കൊരു വെള്ളം, പറ്റാത്തവർക്കൊരു വെള്ളം. ഇതിപ്പോ ഏതാ? ഇത് പച്ച ഉണ്ട്, ചുപ്പ് കണ്ടില്ല നിങ്ങൾ ഈ സ്റ്റേജിൽ കണ്ടില്ല ഒരു പൂ? ഇതിലെല്ലാ കളറും ഇല്ല, കുറച്ചുകൂടി കളർ ഇതിൽ വേണം. ഇഷ്ടം പോലെ വെള്ളം. എന്തിനാണ് ഈ ആർഭാടങ്ങളൊക്കെ? എന്തിനാ? 1 or 2 വെള്ളം കൊടുത്താൽ പോരെ? വെള്ളം പറ്റുന്നവർക്ക് മധുരമുള്ള ഒന്ന്, അതല്ലേ പഴയകാലത്തോളം പറ്റാത്തവർക്ക് വേറൊരു വെള്ളം. എന്നിട്ട് ഇങ്ങോട്ട് കലക്കി, എന്നിട്ട് അത് പിമ്പറ്റിയ എല്ലാ നാട്ടിൽ ഏതോ ഒരു ഫുലാൻ കൊണ്ടുവന്നാ, എന്നിട്ട് ആ നാട്ടിൽ മൊത്തം ഓല വിളിച്ചാൽ മതി. ആ ഓല വിളിച്ച് ഓലയൊക്കെ എത്ര തരം വെള്ളം വേണം? ആ വെള്ളം ഇങ്ങനെ വീടിനൊക്കെ ഉണ്ടാവില്ലേ, എത്ര തരം വയറിങ് എന്ന് പറഞ്ഞാൽ എത്ര തരം പോയിന്റ്, അതേ മോഡലാണ് അപ്പൊ വെള്ളം കൊടുക്കുന്നത്. എത്ര ഈ മുന്നിൽ വരുന്ന ആൾ ചോദിക്കും, ഇതെന്താ ഇത്? പേരൊക്കെ ഒരുപാടുണ്ട്, എല്ലാ കളറും. അതൊക്കെ ഒരു അമിതാണ്. പാകത്തിന് മതി. ഭക്ഷണം തന്നെ നിങ്ങൾ കണ്ടില്ലേ, പറ്റുന്നവർക്ക് ഭക്ഷണം, പറ്റാത്തവർക്ക് ഭക്ഷണം. അതും അവസ്ഥ മാറിയിരിക്കുകയാണ്. 4, 5, 6 തരം ഭക്ഷണം, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആകെ 2 തരം ഭക്ഷണം മതി. ഇവിടെ ചെലവ് പാകത്തിന് ചുരുക്കണം. ഇതൊന്നും ആരും മൂല്യന്മാരും പറയാത്തൊരു വിഷയമാണെന്ന് കരുതണ്ട, എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണ് കൂട്ടിയാൽ മതി. മൂന്നാമത്തൊന്ന് അക്രമം, അനീതി ചെയ്യരുത്. ഒരാളോടും അക്രമം ചെയ്യുന്നത് അള്ളാഹു പൊറുക്കൂല. അക്രമം ചെയ്യരുത്. അക്രമത്തിന്റെ തോതത്ര വലുതാണെന്നറിയോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്വഹാബത്തിനോട് ചോദിച്ചു, ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അയൽവാസിക്ക് വല്ല ദുൽമും ചെയ്തവരുണ്ടോ? പോകുന്നത് എന്തിനാ? ശത്രുക്കളോട് പടവരുതാനാ പോകുന്നത്. നല്ല ക്ലിയർ ആയ ആൾക്കാരാ പോകേണ്ടത്. അപ്പൊ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്നി ബുൽതു ഫീ ഹാഇതി ജാരി, എന്റെ അയൽവാസിന്റെ തോട്ടത്തിൽ ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്ന്. എന്നാ ലാ തസ്ഹബിനല്ലോ, ഇന്ന് നിങ്ങൾ പോരണ്ട, ഇന്ന് നിങ്ങൾ കൂടെ പോരണ്ട. ചെറിയൊരു അക്രമം പോലും നടത്തരുത്. വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗീ. കല്യാണത്തിന്റെ സ്ഥലത്ത് നടന്ന അക്രമം കേട്ടോ നിങ്ങൾ? കല്യാണത്തിന്റെ പുതിയാപ്പളിനോട്, ഓൻ കുറച്ച് ഈമാനുള്ള ആളായിരുന്നു, പുതിയാപ്പളിനോട് കൂടെ വന്ന കുറച്ച് ആൾക്കാർ, അവർ വിളിച്ചോന്നല്ല, അവർ പാന്റ് കുപ്പായൊക്കെ മാറ്റി വന്നതാ. വന്ന ആൾക്കാർ പറഞ്ഞു, ഓരോരുത്തർക്കും 200, 300, 500 വെച്ച് വേണം. എന്തിന്? മങ്കൂറിനടിക്കാൻ വേണം. അയാള് പറഞ്ഞു, ഇന്ത്യക്ക് കിട്ടില്ല, നിങ്ങൾ കാണൂല.